സംസ്ഥാന സർക്കാരിൻ്റെ വാർഷികാഘോഷത്തിന് ഇന്ന് തിരുവനന്തപുരത്ത് സമാപനം. റാലിയോടുകൂടി വൈകിട്ട് പുത്തിരിക്കണ്ടം മൈതാനത്താണ് സമാപനം. പൊതുസമ്മേളനത്തിൽ സർക്കാരിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തിറക്കും. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ജില്ലാതല അവലോകന യോഗവും ഇന്ന് ചേരും. സംസ്ഥാനത്തിൻ്റെ ജനക്ഷേമ വികസന ചരിത്രത്തിൻ്റെ മുന്നേറ്റത്തിൻ്റെ പുതിയ അധ്യായം തുറന്ന രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ 4ാം വാർഷികാഘോഷ പരിപാടികളാണ് ഇന്ന് സമാപിക്കുന്നത്. ഏപ്രിൽ 21-ന് കാസർഗോഡ് നിന്നും ആരംഭിച്ച പരിപാടികളാണ് 13 ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കി തിരുവനന്തപുരത്ത് സമാപിക്കുന്നത്. പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ നടപ്പാക്കുന്നതിലെ പുരോഗതി പൊതുസമൂഹത്തിന് മുന്നിൽ സമർപ്പിക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ടും മുഖ്യമന്ത്രി പൊതുസമ്മേളനത്തിൽ വെച്ച് പ്രകാശനം ചെയ്യും. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച എൻ്റെ കേരളം പ്രദർശനമേളയും ഇന്ന് സമാപിക്കും. പ്രകടന പത്രികയിലെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇനി നടപ്പാക്കാൻ ബാക്കിയുള്ളത്. പ്രകടന പത്രികയിലെ ഒട്ടുമിക്ക കാര്യങ്ങളും നടപ്പാക്കിയതിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ട് ഇന്ന് തിരുവനന്തപുരത്ത് സർക്കാരിൻ്റെ വാർഷികാഘോഷ സമാപന ചടങ്ങിൽ അവതരിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കുകയാണ്. സർക്കാരിൻ്റെ 4ാം വാർഷികാഘോഷവുമായി ബന്ധപ്പെട്ട് കൊല്ലത്ത് ജില്ലാതല അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഒരു വർഷത്തിനുള്ളിൽ അവ യാഥാർത്ഥ്യമാക്കാൻ മുൻഗണന നൽകും. പാർലമെന്ററി ജനാധിപത്യം രാജ്യത്തും ലോകത്തിൻ്റെ പലയിടങ്ങളിലുമുണ്ട്. എന്നാൽ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ കാര്യങ്ങൾ എത്ര കണ്ട് നടപ്പാക്കിയെന്ന് ജനങ്ങളെ ഓരോ വർഷവും അറിയിക്കുന്ന രീതി ഇവിടെയല്ലാതെ മറ്റെവിടെയും ഉണ്ടാകില്ല. പ്രകടന പത്രികയിൽ ഉള്ളത് മാത്രമല്ല, പുതിയ പ്രശ്നങ്ങളും ഏറ്റെടുക്കേണ്ടി വന്നു. ജനങ്ങൾക്ക് ഭരണത്തിൻ്റെ സ്വാദ് ശരിക്കും അനുഭവപ്പെടണമെങ്കിൽ തീരുമാനങ്ങൾ വേഗത്തിലാക്കണം. കാലതാമസം വരരുത്. കേരളം തകരണമെന്ന് ആഗ്രഹിച്ചവർ നിരാശപ്പെടുന്ന വളർച്ചയാണ് നേടാനായത് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു.